ഭഗവാൻ മഹാവിഷ്ണു യോഗനിദ്രയിലാണ്ട സമയം ഒരു ദിവ്യശക്തി പുറത്തു വന്ന് അതൊരു സ്ത്രീ രൂപമായി മാറി. അശരണരായ ജനങ്ങളെ പീഡിപ്പിച്ചിരുന്ന അസുരഗണങ്ങളെ ആ ഒരു സ്ത്രീ രൂപം കൊന്നൊടുക്കി. ശക്തി സ്വരൂപിണിയായ ആ ഒരു ദേവീ ചൈതന്യത്തിന് ദേവകൾ ഏകാദശി എന്ന് പേര് കൊടുത്തു. ഈ ദേവിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടാണ് ഏകാദശി എന്ന വ്രതമുണ്ടായിട്ടുള്ളത് എന്ന് പത്മപുരാണത്തിൽ പരാമർശമുണ്ട്. അമരത്വം നേടുന്നതിന് പാൽക്കടൽ കടഞ്ഞ് അമൃത് കണ്ടെടുത്ത ദിനമാണ് ഏകാദശി എന്നും ഒരു വിശ്വാസമുണ്ട്. ഇത്ര മഹത്തരമായ ഏകാദശി ഉപവസിക്കുന്നത് സർവ്വ ഐശ്വര്യവും നേടിത്തരും. ഉപവസിക്കുക എന്നാൽ കേവലം ഭക്ഷണം ത്യജിക്കുക എന്നുള്ളതല്ല അർത്ഥം. ഉപ എന്നാൽ അടുത്ത് അല്ലെങ്കിൽ സമീപം എന്നും വാസം എന്നാൽ വസിക്കുക എന്നും അർത്ഥം. ചുരുക്കത്തിൽ ഉപവാസം എന്നാൽ ഭഗവാനോട് ചേർന്ന് വസിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഏകാദശി നാളിൽ കഴിയുന്നത്ര നാരായണ നാമം ജപിച്ചാൽ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഈ ഒരു മനുഷ്യജന്മം സാർത്ഥകമാക്കും. ഈ അറിവിഷ്ടമായാൽ ആയിരവല്ലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക.